ഞാൻ ഈ അടുത്ത് കോഴിക്കോട് ഒരു മെൻ്റൽ കൗൺസിലിംഗ് സെൻറ്റർ, അത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻറ്ററിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരുടെ കുറേ സ്ഥാപനങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്ത് നല്ല നിലയിൽ നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് വിളിച്ചപ്പോൾ പോയതാണ്. അവിടെ മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പോൾ ആ സംസാരത്തിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചു, ഇതുവരെ നിങ്ങളുടെ എല്ലാ സ്ഥാപനത്തിലും എത്ര പേര് വന്നിട്ടുണ്ട്? അപ്പോൾ അവരൊരു എണ്ണം പറഞ്ഞു, ഇത്ര ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൽ ഉറപ്പ്. അപ്പോൾ അവർ ക്ഷണിക്കുമ്പോൾ തന്നെ പറഞ്ഞത്, ഈ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നല്ല നിലയിൽ കേൾക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അനുഭവം എങ്ങനെ അത് മാനസികമായി അത് നേരിടാൻ പറ്റുന്നു എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ക്ഷണിച്ചത്. അപ്പോൾ പിന്നെ അതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നത്. അതിൻ്റെ രാഷ്ട്രീയ വശവും മറ്റും പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. ഈ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇതുവരെ വന്ന ആളുകൾ, അത് രോഗികൾ നമുക്ക് പറയാൻ മടിയാണ്, കാരണം മാനസിക രോഗി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം. അപ്പോൾ ഒരു ചെവിടുവേദന വന്ന് ഒരു ENT കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല, ഒരു മാനസികമായിട്ടൊരു സുഖമില്ല, ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ കാണിക്കുക എന്ന് പരസ്യമായിട്ട് പറയാൻ ഇന്നും നമുക്ക് മടിയാണ്. പല വിദേശ രാജ്യങ്ങളിലും കൗൺസിലിംഗ് ജനപ്രതിനിധികൾക്കും സാമൂഹിക പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും പീരിയഡിക്കലി നടക്കുന്നുണ്ട്. പരസ്യമായിട്ടാണ് അവർ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമുക്ക് പറയാൻ മടിയാണ്. എന്നാലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൗൺസിലിങ്ങിന് വന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ പറഞ്ഞു, അതിലെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അതിൽ വളരെ മൈക്രോ മൈനോറിറ്റി ആയിരിക്കും രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഒരു സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞു, മൈക്രോ മൈനോറിറ്റി അല്ല, ഒരാൾ പോലും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ പല നിലയിലേക്കുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെ തോത് കൂടുതലാവും കുറവുമായിരിക്കും. ചിലർ തീരെ റിസ്ക് എടുക്കാൻ മടിയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒരു സേഫ് ഗെയിം എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു രീതി, അതൊരു ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് യോജിക്കുന്ന രീതിയല്ല. വലതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പലരും ആണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ വിഷയങ്ങൾ വരുമ്പോൾ അതിൽ അഭിപ്രായം പറയേണ്ടി വരും, അതിൽ നിലപാട് പറയേണ്ടി വരും. അതിൻ്റെ ഭാഗമായി പല നിലയിലേക്കുള്ള അക്രമങ്ങൾ നേരിടേണ്ടി വരും. അത് മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരോ ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വ്യത്യസ്ത ഘടകങ്ങളിൽ ഇരിക്കുന്നവർ, പ്രാദേശികമായി പ്രവർത്തിക്കുന്നവർ, അവിടെ നിലപാട് പറയുന്നവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായൊക്കെ വലിയ നിലയിലേക്കുള്ള അക്രമത്തിൻ്റെ തോത് ചിലപ്പോൾ വർദ്ധിച്ചെന്ന് വരും. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തകർക്ക് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത് സ്വയം അതിനെ മറികടക്കാൻ പറ്റുന്ന നിലയിലേക്ക് ഒരു മാനസിക കരുത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് സാമൂഹിക പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രത്യേകത. ഞാൻ പൊതുവേ കണ്ടുവന്നിട്ടുള്ളത്, നിങ്ങളും കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം വിഷയം വരുന്ന സമയത്തൊക്കെ തന്നെ അതിനെ അതിജീവിച്ച് പോകാനുള്ളൊരു കരുത്ത് വരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഡിപ്രഷനോ മറ്റു പ്രശ്നങ്ങളോ പൊതുവേ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഉണ്ടെങ്കിലും അത് പരസ്യമായി കാണാറില്ല. എന്നാൽ മാധ്യമരംഗം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മറ്റ് തൊഴിൽ മേഖല പോലെ തന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ മാധ്യമ മേഖലയിൽ മാധ്യമ പ്രവർത്തകർക്ക് വരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒന്ന്, മനസാക്ഷിക്ക് വിരുദ്ധമായി ചിലപ്പോൾ ചില വാർത്തകൾ കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കുറ്റബോധം മനസ്സിൽ വല്ലാതെ കിടന്ന് ഓടിക്കളിക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. രണ്ട്, പിന്നെ മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ വരും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആരോഗ്യ പ്രിവിലേജ് കാർഡ് എന്ന് പറയുമ്പോൾ ഈ കൗൺസിലിംഗ് ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇനിയുള്ള കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര മെൻ്റൽ ടെൻഷൻ്റെ കാലമായിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും, അതിലൊരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുവേ വേണ്ടതുണ്ട്. എന്തായാലും വളരെ നല്ല ഒരു നീക്കമാണ് എറണാകുളം പ്രസ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത്. അത് ഈ കാലം ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് പിന്തുണ നൽകാൻ തയ്യാറായ ഹോസ്പിറ്റലുകളുണ്ട്, അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.